സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ആക്ഷേപം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. എന്തായാലും സാബു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിച്ചതിന് ശേഷം ആ ബാങ്കിന് മുമ്പിൽ മൃതദേഹമാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമല്ലോ. ഈ മൃതദേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മൃതദേഹമായ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ആ ബാങ്കിൽ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സാ ആവശ്യാർത്ഥം അവിടെ ചോദിക്കുമ്പോൾ പണം കിട്ടിയില്ലെന്ന് മാത്രമല്ല കയ്യേറ്റം ചെയ്യുന്നു. മാത്രമല്ല മുൻ ബാങ്ക് പ്രസിഡന്റും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുമായിരുന്ന സജിയെ പോലുള്ള ആളുകൾ സാബുവിനെ പണി പഠിപ്പിക്കാൻ പോവാ, നിങ്ങൾക്ക് അടി മേടിക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയാം. അതായത് സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറിമാരായിരുന്ന ആളുകളാണ് കേരളത്തിൽ ആർക്കൊക്കെ അടി കൊടുക്കണമെന്നും ആരൊക്കെയാണ് അടി മേടിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞതെന്നും ആരെയൊക്കെയാണ് അത്തരത്തിലുള്ള പണി പഠിപ്പിക്കേണ്ടതെന്നുള്ള ട്യൂഷൻ മാസ്റ്റർമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മര്യാദ വേണ്ടേ? ഈ രാജ്യത്തെ ഇത്തരത്തിൽ മാറ്റങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് തോന്നും. നമ്മുടെ പ്രത്യയശാസ്ത്ര ഭംഗിയേക്കാൾ അപ്പുറം നേതാക്കന്മാരുടെ പെരുമാറ്റം കൂടി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്നേ. AK ഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് പണിയെടുത്തപ്പോൾ ആ പാർട്ടിയിലേക്ക് ആള് ചെന്നത് അവരുടെ പെരുമാറ്റ ശൈലിക്ക് കൂടി വിശ്വാസ്യത ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്, ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. പക്ഷേ കേരളത്തിൽ അടിക്കടി സംഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ എണ്ണം എത്ര നിശ്ചയം. ഇപ്പോ നവീൻ ബാബുവിന്റെ മരണം, അതിന്റെ കാരണക്കാരാരാണ്? അത് മരണമാണോ, അത് ആത്മഹത്യയാണോ, കൊലപാതകമാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതിൽ പ്രതികളാക്കപ്പെടേണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ടെങ്കിലും പോലീസിന് ബോധ്യമില്ല. പോലീസിന്റെ മുൻപിൽ നിന്ന് ദിവ്യ ഒളിച്ചു നടക്കില്ല, ദിവ്യയുടെ മുമ്പിൽ നിന്ന് പോലീസ് ഒളിച്ചു നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? സമാനമല്ലേ സാഹചര്യം? ഇപ്പൊ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് CPM എന്ന് പറഞ്ഞത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ. പക്ഷെ PP ദിവ്യയോടൊപ്പമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബം. അതുകൊണ്ടാണ് PK ശ്യാമളയെ പോലുള്ള ആളുകൾ ജയിലിൽ പോയി PP ദിവ്യയെ സ്വീകരിച്ചത്. സമാനമായ സാഹചര്യമാണ് സാബുവിന്റെ മരണത്തിന് ശേഷം പറയുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു സാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന്. എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, CPMന്റെ ഔദ്യോഗിക പാനലിസ്റ്റുകൾ ആരെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതല്ലേ? ഈ സാബുവിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും സാബുവിന് വേണ്ടിയിട്ടും ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ആർജവമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് CPMന്? ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ്, ഒരു സജി മാത്രമല്ല. സജിയെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ PP ദിവ്യയെ പോലുള്ള ആളുകൾക്കൊക്കെ, PK ശ്യാമളയെ പോലുള്ള ആളുകൾക്കൊക്കെ, ഞാൻ ആ ശ്യാമളയുടെ പേരെടുത്ത് പറയാൻ കാരണം ആന്തൂറിലെ സാജൻ ആയിക്കോട്ടെ, നവീൻ ബാബു ആയിക്കോട്ടെ, ഈ സാബു ആയിക്കോട്ടെ, ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകളുടെയൊക്കെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം എന്താണെന്ന് അറിയോ? ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. CPM നേതാക്കന്മാരുടെ ധാർഷ്ട്യം. തുടർഭരണം കിട്ടിയപ്പോൾ തോറ്റുപോയവരാണ് കേരളത്തിലെ ജനങ്ങൾ. പിണറായി വിജയന് തുടർഭരണം കിട്ടിയപ്പോൾ CPMന്റെ ബ്രാഞ്ച് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെയുള്ള നേതാക്കന്മാർക്കുള്ള ആ ധാർഷ്ട്യത്തിന്റെ പേരിൽ എത്ര ജീവനുകളാണ് കേരളത്തിൽ പൊലിയപ്പെട്ടത്? കഴിഞ്ഞ ദിവസമല്ലേ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറായിട്ടുള്ള വിജയരാഘവൻ പറഞ്ഞത്, നിങ്ങളൊക്കെ എന്തിനാ കാറിൽ പോകുന്ന അമ്മായിയമ്മയോട് കാണാൻ പോകുന്നതാണോ, സല്ലപിച്ചു പോകുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അതായത് ഈ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്കും അടക്കമുള്ള ആളുകൾക്ക് കാറിൽ പോയാൽ മതി. പാവപ്പെട്ട ആളുകൾ അവരുടെ ഭാഷയിൽ ബൂർഷോകളാണ്. ഇവിടെ സാബു ബൂർഷോയും സാബുവിനെ ഭരണത്തിലേക്ക് നയിക്കാൻ കാരണക്കാരനായിട്ടുള്ള സജി പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമാണ്. അങ്ങനെയല്ലേ CPMന്റെ വിവക്ഷ? അതുകൊണ്ടല്ലേ ഈ സജിക്ക് ഈ നിമിഷം വരെ CPM തള്ളിപ്പറയാത്ത എന്തുകൊണ്ടാ? ഇപ്പോഴും അന്വേഷണം നടക്കട്ടെ എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് കേട്ടതിൽ നിന്നൊരു കാര്യം ബോധ്യമാണല്ലോ. സജി എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി ആയിരുന്ന മുൻ ബാങ്ക് പ്രസിഡന്റിന്റെ സംസാരത്തിൽ തന്നെ സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളെ പണി പഠിപ്പിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളെ തല്ലുമേടിക്കേണ്ട കാലം കഴിഞ്ഞു എന്നൊക്കെ CPMന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞാൽ സാബുവിനെ പോലുള്ള മഹാഭാവങ്ങൾ പേടിച്ചു പോകുമെന്നേ. കാരണം ADM നവീൻ ബാബുവിനെ പോലുള്ള ആളുകൾ എങ്ങനെ മരണത്തിലേക്ക് പോയത്? PP ദിവ്യയെ പോലുള്ള ആളുകൾ പേടിപ്പിക്കുമ്പോഴാണ്. ആന്തൂർ സാധനം എങ്ങനെ മരണപ്പെടുന്നത്? ശ്യാമളയെ പോലുള്ള ആളുകൾ പേടിപ്പിക്കുമ്പോഴാണ്. അപ്പൊ ഏരിയ സെക്രട്ടറി ആയിരുന്ന സജി, ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന സജി പേടിപ്പിച്ചാൽ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. കാരണം കേരളത്തിലെ CPMന്റെ ബ്രാഞ്ച് തൊട്ട് മുകളിലേക്കുള്ള നേതാക്കന്മാരൊക്കെ അവർ തന്നെത്താൻ പോലീസ് സ്റ്റേഷനും കോടതിയുമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കഴിഞ്ഞ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPMന്റെ പ്രതിനിധികൾക്കോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കോ പോലും ഇല്ലാത്ത ഒരാക്ഷേപമാണ് ഇപ്പോൾ ജയരാജ്, ഇടത് സഹയാത്രികൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇത് എഴുതി കാണിക്കുന്നത്, ടാഗ് എഴുതി കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് CPMന്റെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടോ ആ ബാങ്ക് തകർച്ചയിലേക്ക് പോകുന്നു എന്ന് ആ പ്രചരണ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ സജി എന്ന് പറഞ്ഞ മുൻ ഏരിയ സെക്രട്ടറി അദ്ദേഹം ബാങ്കിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം അവിടെ 1500-ലധികം CPMകാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയും ആ മെമ്പർഷിപ്പ് എടുത്ത മുഴുവൻ ആളുകളും അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അനിയന്ത്രിതമായിട്ട് അവർക്ക് ലോൺ കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ആ ബാങ്ക് നഷ്ടത്തിലായത്. അതിനു മുമ്പ് ആ ബാങ്കിനെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹകരിക്കുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായമുണ്ടോ, ആക്ഷേപം ഉണ്ടായിരുന്നോ? എത്ര വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ്. ആര് ഭരിച്ചോട്ടെ, ആരെങ്കിലും ഭരിച്ചോട്ടെ, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സംഘടന എന്തുമായിക്കോട്ടെ, പക്ഷെ ആ ബാങ്കിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ടോ? നിക്ഷേപിച്ച പണം എടുക്കാൻ വരുമ്പോൾ അവരെ തല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് ആശുപത്രി ചെലവിനുള്ള പണം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. സജി എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി അവരുടെ ബാങ്കിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിന്റെ ഉത്തരവാദിത്വം അതിനു മുമ്പ് ബാങ്ക് ഭരിച്ച
പഠിച്ച ആളുകൾക്കാണ് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാപ്പരത്തമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് ബാങ്ക് ഭരിച്ച ആളുകൾക്കെതിരെ നിങ്ങൾക്ക് അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പറഞ്ഞ് നിങ്ങൾ സഹകരണ വകുപ്പിന് എന്തെങ്കിലും പരാതികൾ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജയരാജിന്റെ കയ്യിൽ ആ പരാതികളുടെ കോപ്പി ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ അത് ഹാജരാക്കണമെന്നേ. അങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു പൊളിറ്റിക്കൽ ചർച്ച നടത്തുമ്പോൾ പറയേണ്ടത്. അല്ലാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപം പറഞ്ഞ് നിങ്ങളുടെ നേതാക്കന്മാർ കൊലയ്ക്ക് കൊടുത്ത ആളുകളുടെ മരണത്തെ ഇല്ലാതാക്കാൻ അത് സാധൂകരിക്കാൻ നോക്കരുത്. ഞാൻ ആ വിഷയം അവിടെ വെച്ച് നിർത്തുകയാണ്, അതിനെ കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ എന്തു ആയിക്കോട്ടെ, കോൺഗ്രസോ BJP യോ CPM ഓ ആരും ഭരിക്കട്ടെ ബാങ്ക്, പക്ഷെ ബാങ്കിലിട്ട പണം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആ ബാങ്കിൽ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം കയ്യേറ്റം ചെയ്യുകയും ആ കയ്യേറ്റം ചെയ്തതിന്റെ പരാതി പറയാൻ വേണ്ടി മുൻ ബാങ്ക് പ്രസിഡന്റിന്റെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരുന്ന CPM-ന്റെ ഉന്നതനായ നേതാവിനെ വിളിക്കുമ്പോൾ നിന്നെ ഞാൻ പണി പഠിപ്പിച്ചു തരാം, നിനക്ക് അടിമേടിക്കേണ്ട കാലം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാ? ആ സമീപനമാണ് ഇവിടെ പ്രശ്നം. ആ സമീപനം കൊണ്ടാണ് സാബു മരണപ്പെട്ടത്. ആ സമീപനം കൊണ്ടാണ് മരണപ്പെട്ടത്. ഒരു ആശ്വാസ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ ഏരിയ സെക്രട്ടറിയെ വിളിക്കുമ്പോൾ നിനക്ക് അടിമേടിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, CPM-ന്റെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരാൾ പറഞ്ഞാൽ പേടിക്കുമെന്ന കേരളത്തിൽ. കാരണം CPM-ന്റെ ബ്രാഞ്ച് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെയുള്ള ആളുകൾ സ്വയം പ്രഖ്യാപിത കോടതികളും പോലീസ് സ്റ്റേഷനും ആയിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പേടിക്കും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് ദുഃഖമുണ്ടെന്ന് പറഞ്ഞു. ജയരാജ് ഈ നിമിഷം പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും ദുഃഖമലയടിക്കുന്ന ഒരു വാക്ക് ഞാൻ കേട്ടില്ലല്ലോ. എന്ത് കപടമായ നിലപാടാണ് നിങ്ങൾ പറയുന്നത്? ആത്മാർത്ഥതയുണ്ടോ നിങ്ങൾക്ക്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ? നിങ്ങൾ കോൺഗ്രസിന്റെയോ BJP-യുടെ മറ്റു കക്ഷികളുടെ രാഷ്ട്രീയം പറയാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയുള്ള? ഏത് സാഹചര്യത്തിലുണ്ടായ ബാധ്യതയായാലും ആ ബാധ്യത ആ മനുഷ്യനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ആ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതിന് പകരം എത്രത്തോളം നികൃഷ്ടമായ രീതിയിലാണ് ആ മനുഷ്യനോട് സംസാരിച്ചത്. അവര് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി, ഞാൻ ഷോൺ ജോർജ് പറഞ്ഞതിനോട് യോജിക്കുക. ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ആ കുട്ടിയുടെ ജീവിതത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മരണം വിധിക്കുന്നവനായിട്ടല്ലേ ആ കുട്ടിക്ക് തോന്നുക? മരവിച്ച് കിടക്കുന്ന അച്ഛന്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന കുട്ടിയോട് എന്ത് നീതിയാണ് പറയാനുള്ളത്? ജയരാജ് നേരത്തെ ചോദിച്ചില്ലേ, ഒരു കോയിന്റെ രണ്ട് സൈഡും പരിശോധിക്കണമെന്ന്, ബോത്ത് സൈഡ് പറയണമെന്ന്. ജയരാജ് പറയും, രണ്ട് സൈഡും പറയും. ജയരാജിന് ഏത് സൈഡാ പറയാനുള്ളത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ ഏത് സൈഡ് പറഞ്ഞാലും നിങ്ങൾ മരണം വിതയ്ക്കുന്നവരുടെ പക്ഷത്താണ്, ഒരു സംശയവും വേണ്ട. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പോലും സജിയെ ന്യായീകരിക്കുന്ന നിലപാടിലെടുത്തേ. ആ സഹകരണ ബാങ്കിൽ ആ മനുഷ്യനെ പിടിച്ച് തള്ളി ആക്ഷേപിച്ച് തെറി വിളിച്ചു വിട്ട ആ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ എടുത്തേ സജിയെ പോലുള്ള ആളുകൾ എടുത്തേ? ആ സജിയെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എടുത്തേ? ഈ നിമിഷം വരെ തള്ളി പറയാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയുന്നതിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, പക്ഷേ നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ ആ മരണപ്പെട്ട മനുഷ്യൻ, ഇതിൽ നഷ്ടപ്പെട്ടത് ആർക്കാ? ഈ പറഞ്ഞ മേരിക്കുട്ടിയുടെ ഭർത്താവാണ് നഷ്ടപ്പെട്ടത്. ആ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പിതാവിനെ നഷ്ടപ്പെട്ടത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സംഭവിച്ച പോലെ, അല്ലെങ്കിൽ സാബുവിന്റെ കുടുംബത്തിന് സംഭവിച്ച പോലെ നീതി കിട്ടേണ്ടത് ഇരയാക്കപ്പെട്ടവർക്കാണ്. അല്ലാതെ നീതി നിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന സജിയെ പോലുള്ള CPM നേതാക്കന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല ഇടത് സഹയാത്രികരിക്കേണ്ടത്. നിങ്ങളൊന്നും ഇടത് സഹയാത്രികരല്ല, നിങ്ങളൊക്കെ തീവ്ര വലത് സഹയാത്രികരാ. നിങ്ങൾക്ക് മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് ഒരു സങ്കടം തോന്നാത്തത്? നിങ്ങൾ ബോത്ത് സൈഡ്സ് ഓഫ് ദ കോയിൻ പറയാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഏത് ആർഗ്യുമെന്റ് വേണമെങ്കിലും നിങ്ങൾ പറയും, ഞങ്ങൾ കേൾക്കട്ടെ. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കേൾക്കട്ടെ. ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി നിൽക്കാനുള്ള കാരണക്കാരനായത് അവർ ഒറ്റ ഫോൺ കോളിലുള്ള ആ സംസാരമാണ്. അതിനപ്പുറത്ത് പണമൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ? ഒരു മനുഷ്യന്റെ വിലാപം പറയുമ്പോൾ സഹതാപത്തോടുകൂടി അല്ലെങ്കിൽ സഹാനുഭൂതിയോടുകൂടി പെരുമാറാനുള്ള ആർജവം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് കിട്ടുക? നിങ്ങൾ എന്നും കൊന്നും കൊല വിളിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ എന്നാ മനുഷ്യരെ മനസ്സിലാക്കുക? നിങ്ങൾ മനുഷ്യനാകണം എന്നുള്ള കവിത ചൊല്ലാറുണ്ടല്ലോ, നിങ്ങൾ വലിയ മാനവികതയെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടല്ലോ, നിങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള മുഴുവൻ വിഷയങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുമല്ലോ. കേരളത്തിലെ പാവപ്പെട്ടവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഇത്തരം മനുഷ്യർക്ക് മരണം വിതയ്ക്കുന്ന സംഘടനയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറി. നിഷ, ഇതില് സൊസൈറ്റിയുടെ വാർത്താക്കുറിപ്പിൽ 20 കോടി രൂപയുടെ ബാധ്യത ഉണ്ട്. അതിന് കാരണം കാർഷിക മേഖലയിലെ തകർച്ചയാണെന്ന് അവർ പറയുന്നു. എങ്കിൽ ആ സൊസൈറ്റി ഇപ്പോൾ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പാണല്ലോ. എങ്കിൽ അല്പം മുമ്പ് ജയരാജ് പറഞ്ഞ വാദം അവിടെ തെറ്റാകുകയാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ കൊള്ളയടിച്ചത് കൊണ്ടാണ് ബാങ്ക് നഷ്ടത്തിലായത്, 20 കോടി നഷ്ടം ബാധ്യതയായതെന്ന് ജയരാജ് പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. അങ്ങനെയാണ് ഈ ജയരാജ് പറഞ്ഞതാണോ സൊസൈറ്റി പറഞ്ഞാണോ ശരിയെന്നുള്ള തീരുമാനം CPM എടുക്കണം, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ സജിയെ പോലുള്ള ആളുകൾ ബാങ്കിന്റെ ഡയറക്ട് ബോർഡിൽ വന്നതിന് ശേഷം അവിടെ കൊടുത്തിട്ടുള്ള ലോണുകൾ മുഴുവൻ പുനഃപരിശോധിക്കണം. ആ ബാങ്കിൽ UDF ഭരിച്ചതിന് ശേഷം പിന്നീട് വന്ന LDF, ഏത് രീതിയിലാണ് LDF ബാങ്കുകൾ പിടിച്ചെടുക്കുന്നതെന്നുള്ള സാഹചര്യമൊക്കെ നമ്മൾ സമീപകാലത്ത് പത്തനംതിട്ടയിലടക്കം കേരളത്തിലെമ്പാടും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊക്കെ ഷോൺ ജോർജ്, ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് വൈസ് ചെയർമാൻ എന്നുള്ള രീതി അദ്ദേഹം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയായാലും CPM ബാങ്കുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ആ ബാങ്കുകൾ പിടിച്ചെടുത്തതിന് ശേഷം ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത് പല കുറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ 400 കോടിയോളം രൂപ കണ്ണൂരിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ബാങ്കിന്റെ
കടം എഴുതി തള്ളാൻ വേണ്ടി ചെലവഴിച്ച അന്ന് തുടങ്ങി കേരളത്തിലെ സഹകരണ മേഖലയുടെ തകർച്ച. ആരെങ്കിലും സഹകരണ മേഖലയിൽ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ സഹകരണ മേഖലയെ അപ്പാടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരണ മേഖല വിരുദ്ധ മുദ്രാവാക്യമാണെന്ന് CPM ചാപ്പകുത്തുകയാണ്. ഇവിടെ കരുവന്നൂരിലെ ഒരു ഫിലോമിന മരിച്ചപ്പോൾ ചികിത്സയ്ക്കുള്ള പണം കിട്ടാതെ മരിച്ച ഫിലോമിനയുടെ മൃതശരീരം അവരുടെ ഭർത്താവ് കരുവന്നൂർ ബാങ്കിന്റെ മുൻപിൽ കൊണ്ടുപോയി വെച്ച് പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മൃതദേഹം വെച്ച് പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആ മനുഷ്യനെതിരെ ഫിലോമിനയുടെ ഭർത്താവിനെതിരെ ഫൈൻ ഈടാക്കിയ സർക്കാർ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇവരുടെ പോളിസി എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ കരുവന്നൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കട്ടപ്പനയിലായിക്കോട്ടെ കേരളത്തിലെമ്പാടും CPMന്റെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകൾ പ്രത്യേകിച്ചും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ബാങ്കുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സംഘടിതമായിട്ട് ആസൂത്രിതമായിട്ട് കൊള്ളയടിക്കുന്ന ഒരു പരിപാടി നടത്തുന്നത് ഇവരുടെ പാർട്ടിയുടെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ SFIക്കാർ എന്തിനു വേണ്ടിയാ ഭരിക്കുന്നതെന്ന് വെച്ചാൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന രീതിയിൽ അവിടുത്തെ പണം എടുത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് സഹകരണ മേഖലയ്ക്ക് CPMന് അധികാരമില്ലാത്ത സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറി ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള ലോൺ കൊടുത്ത് ബാങ്കുകൾ പിടിച്ചെടുത്ത് ഈ പണിയൊക്കെ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്താൽ സഹകരണ മേഖലയ്ക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയും. ഈ കേരളത്തിൽ ആരും ഇപ്പൊ ഷോൺ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നിഷ ആയിക്കോട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും സഹകരണ മേഖലയെ അപ്പാടെ മോശമാണെന്ന് പറഞ്ഞില്ലല്ലോ. ആ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ മേഖലയെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു എന്ന് ടിക്കുന്നത് ഇവരുടെ ദുഷ്ടലാക്കാണ്. ഒന്നാമത്തത്, ഇവർ വഴിയിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയാൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ. ഇവർ നവീൻ ബാബുവിനെ പോലുള്ള ADMന് മരണക്കുരുക്ക് ഒരുക്കി കൊടുത്താൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്താൽ അത് മാർക്സിസ്റ്റ് വിരുദ്ധത. നമ്മൾ ഇതൊക്കെ ചോദ്യം ചെയ്യണ്ടേ? പൗരബോധമുള്ള മനുഷ്യരാണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നുള്ള സാമാന്യ ബോധമില്ലേ? ജീവിക്കുന്നതെന്നുള്ള സാമാന്യ ബോധം CPMന്റെ നേതാക്കന്മാർക്കില്ലേ? എല്ലാവരും AKG സെന്ററിൽ നിന്ന് പട്ടും പുറം ജീവിക്കുന്ന ആളുകളല്ല. ചോദ്യം ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറയുന്ന CPM നേതാവിന്റെ ഭീഷണി ഒറ്റ കാര്യം നിഷ ഒരു കാര്യം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒറ്റ കാര്യം ഞാൻ ജയരാജ് പറഞ്ഞു, ജയരാജിന്റെ ദുഃഖം അളക്കേണ്ട പണിയല്ല ജിൻഡോ എന്ന്. തീർച്ചയായിട്ടും അല്ല. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇതിലൊരു ദുഃഖമുണ്ടെന്ന് പോലും പൊതുസമൂഹത്തിന് തോന്നുന്നില്ല. നിങ്ങളുടെ ദുഃഖം അളക്കലല്ല ഞങ്ങളുടെ പ്രശ്നം. പക്ഷേ ആ സാബു എന്ന് പറഞ്ഞ മനുഷ്യന്റെ മരണത്തിന്, ആ മരണശേഷമെങ്കിൽ ആ മനുഷ്യന്റെ കുടുംബത്തിന് നീതി കിട്ടണം. അത് ഞങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങൾ ചോദിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജയരാജ്, ഈ സജി എന്ന് പറഞ്ഞ മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ നിങ്ങൾ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ? അല്ലെങ്കിൽ ആ സാബുവിനെ അവിടെ പണം നിക്ഷേപിച്ചത് തിരിച്ചു ചോദിക്കാൻ ചെന്ന് മർദ്ദനമേറ്റ് ആക്ഷേപം സഹിച്ച സാബുവിനെ ആക്രമിച്ച അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങൾ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടോ ഈ നിമിഷം വരെ? എന്താണ് CPMന്റെ ഔദ്യോഗിക നിലപാട് ആ വിഷയത്തിൽ? സജിക്കെതിരെ എന്താണ് CPMന്റെ നിലപാട്? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അല്ല, അത് നമുക്ക് CPMന്റെ ഔദ്യോഗിക നിലപാട് പറയാൻ ഈ ചർച്ചയിൽ ആൾക്കാരില്ല. അത് ഞാൻ പറഞ്ഞല്ലോ ജിൻഡോ. കുടുംബത്തിനൊപ്പമാണോ, പക്ഷെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ ആളെ വിടില്ല.